നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നാണ് പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ പോരാട്ടം. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 4:30 കളി നടക്കുന്നത്. അപ്പോൾ ഈ കളിയിലേക്ക് വരുമ്പോൾ ആധിപത്യ വാർക്കാണ്. ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയതിൻ്റെ കണക്കെടുപ്പ് നമ്മളൊന്ന് നോക്കുമ്പോൾ ആർക്കാണ് ആധിപത്യം എന്ന് ചോദിച്ചാൽ വളരെ വളരെ കൃത്യമാണ്. പോർച്ചുഗലിന് തന്നെയാണ് ആധിപത്യമുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ടീമുകൾ തമ്മിൽ ഇതുവരെ ഏറ്റുമുട്ടിയിട്ടുള്ളതിൽ ഒരിക്കൽ പോലും പോർച്ചുഗലിൻ്റെ ഒഫീഷ്യൽ മത്സരങ്ങളിൽ പരാജയപ്പെടുത്താൻ ക്രൊയേഷ്യക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ക്രൊയേഷ്യ ഒരിക്കലും പോർച്ചുഗലിനെ ഒരു മേജർ ടൂർണമെൻറ്റിൻ്റെ ഇത്തരം ഘട്ടങ്ങളിൽ പരാജയപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഒഫീഷ്യൽ മത്സരങ്ങളിൽ ഒന്നുപോലും പോർച്ചുഗലിനെ ക്രൊയേഷ്യ പരാജയപ്പെടുത്തിയിട്ടില്ല. ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയ അവസാനത്തെ 5 കളികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 യുവേഫ നേഷൻസ് ലീഗിൽ 1-1 സമനില, 2024 യുവേഫ നേഷൻസ് ലീഗിൻ്റെ അടുത്ത മത്സരം 2-1 പോർച്ചുഗൽ ജയിച്ചു, 2024 ഫ്രണ്ട്ലി മത്സരം ക്രൊയേഷ്യ 1-2 ജയിച്ചു. അതുമാത്രമാണ് അവർ ജയിച്ചൊരു കളി. 3-2 യുവേഫ നേഷൻസ് ലീഗ് 2020, അതിന് മുമ്പത്തെ കളി അത് പോർച്ചുഗൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് 2020 യുവേഫ നേഷൻസ് ലീഗിലെ മത്സരം 4-1 പോർച്ചുഗൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയ 10 മത്സരങ്ങളുടെ കണക്ക് നമ്മളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിനോട് ഒരിക്കൽ പോലും ഒരു മേജർ ടൂർണമെൻറ്റിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒഫീഷ്യൽ മത്സരങ്ങളിലോ ജയിക്കാൻ ക്രൊയേഷ്യക്ക് പറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ 10 മത്സരങ്ങൾ അതിൽ 7 പോർച്ചുഗൽ ജയിച്ചു, 2 സമനില, 1 കളി ക്രൊയേഷ്യ വിജയിച്ചു എന്നതാണ് കണക്ക്. കൃത്യമായിട്ട് ഓരോ കളികളും നോക്കാം. 1996 യുവേഫ യൂറോ മത്സരം, ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം, ക്രൊയേഷ്യ പോർച്ചുഗൽ ഏകപക്ഷീയമായ 3 ഗോളിന് പോർച്ചുഗലാണ് ജയിച്ചത്. 2005 നവംബർ 12 ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ 2-0 പോർച്ചുഗലാണ് ജയിച്ചത്. 2013 ജൂൺ 10 ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി ക്രൊയേഷ്യ വേഴ്സസ് പോർച്ചുഗൽ ഏകപക്ഷീയമായ 1 ഗോളിന് പോർച്ചുഗലാണ് ജയിച്ചത്. 2016 ജൂൺ 25 യുവേഫ യൂറോ റൗണ്ട് ഓഫ് 16, ഇതൊരു കിടിലൻ പോരാട്ടമായിരുന്നു. എക്സ്ട്രാ ടൈമിൽ പോർച്ചുഗൽ ഏകപക്ഷീയമായ 1 ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. അത് നല്ലൊരു പോരാട്ടമായിരുന്നു. 2018 സെപ്റ്റംബർ 6 ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ 1-1 സമനില. 2020 സെപ്റ്റംബർ 5 പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ 4-1 യുവേഫ നേഷൻസ് ലീഗിൽ പോർച്ചുഗൽ ജയിക്കുന്നു. 2020 നവംബർ 17 യുവേഫ നേഷൻസ് ലീഗ് 2-3 പോർച്ചുഗൽ ജയിക്കുന്നു. 2024 ജൂൺ 8 ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി ഈ ഒറ്റ കളിയിൽ മാത്രമാണ് ക്രൊയേഷ്യ പോർച്ചുഗലിനെ തോൽപ്പിച്ചിട്ടുള്ളത്. 1-2 വിജയം ക്രൊയേഷ്യക്ക്. 2024 സെപ്റ്റംബർ 5 യുവേഫ നേഷൻസ് ലീഗ് പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ 2-1 പോർച്ചുഗലിൻ്റെ വിജയം. 2024 നവംബർ 18 ഈ ടീമുകൾ ഒടുവിൽ ഏറ്റുമുട്ടിയപ്പോൾ 1-1 സമനില. അപ്പോൾ ഇതാണ് കണക്ക്, വളരെ കൃത്യമാണ്. പോർച്ചുഗലിനാണ് ആധിപത്യം. അതിന്നും തുടരുമോ എന്നുള്ളതാണ് ചോദ്യം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.